Hi students, welcome back to Exam Toppers. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ 4th ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ്സിൽ വന്ന് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: What was a very important activity on the Samoan Islands in the 1920s? 1920s ഈ സമോവൻ ഐലൻഡ്സിൽ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഫിഷിംഗ് വാസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഓൺ ദി സമോവൻ ഐലൻഡ്സ് ഇൻ ദി 1920s. എന്തായിരുന്നു അത്? ഫിഷിംഗ്. ഓക്കെ. Second question: How was the girls' school in Madhya Pradesh in the 1960s designed differently from the boys' school? ഈ ഗേൾസ് സ്കൂളും അതുപോലെ തന്നെ ബോയ്സ് സ്കൂളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മധ്യപ്രദേശിൽ 1960s. Girls' school had a central courtyard where girls played in total seclusion and safety from the outside world. The boys' school had no such courtyard. അപ്പോൾ ഗേൾസ് സ്കൂളിനൊരു സെൻട്രൽ കോർട്ട്യാർഡ് ഉണ്ട്. അവിടെയായിരുന്നു ഈ പെൺകുട്ടികൾ കളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം അവർ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ഈ സ്കൂളിൻ്റെ സെൻറ്ററിലാണ് ഈ കോർട്ട്യാർഡ് ഉള്ളത് അല്ലേ. അപ്പോൾ പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നുള്ള ഒരു ഭയവുമില്ലാണ്ട് കംപ്ലീറ്റ് സേഫ്റ്റിയോടുകൂടി അവർക്ക് ഈ കോർട്ട്യാർഡിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ അവർക്ക് എന്ത് വേണേലും ചെയ്യാം അല്ലേ. കാരണം ആരും പുറത്തുനിന്നുള്ള ഒരാളുടെ ശല്യമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ദ ബോയ്സ് സ്കൂൾ ഹാഡ് നോ സച്ച് കോർട്ട്യാർഡ്. ഈ ബോയ്സ് സ്കൂളിന് അങ്ങനത്തെ ഒരു കോർട്ട്യാർഡ് ഇല്ലായിരുന്നു. അവർക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു അല്ല. ഇങ്ങനെ സേഫ്റ്റിയോട് കൂടിയൊന്നും നോക്കേണ്ട കാര്യം ഈ ബോയ്സിനില്ല. ഗേൾസിനാണ് കൂടുതൽ സേഫ്റ്റിയൊക്കെ കൊടുക്കേണ്ടത് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ: വൈ ഡു വി ഗീവ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡിഫറെൻറ്റ് ടോയ്സ് ടു പ്ലേ വിത്ത്? എന്തുകൊണ്ടാണ് ഈ ബോയ്സിനും ഗേൾസിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോയ്സ് കൊടുക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഇത് ടോയ്സിൻ്റെ കാര്യത്തിൽ നിസ്സാര ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വി വാണ്ട് ടു ടെൽ ദം ദാറ്റ് ദേ വിൽ ഹാവ് ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സ് വെൻ ദേ ബിക്കം മെൻ ആൻഡ് വിമൻ. അവരൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനായി മാറുമ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ബേസിക് കാര്യമാണ് ഈ ടോയ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഡു വി ടീച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദെയർ ഏർലി ചൈൽഡ്ഹുഡ്? വളരെ ചെറുതായിരിക്കുമ്പോഴേ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരെ നമ്മൾ പഠിപ്പിക്കുന്നത്? We teach boys that they need to be tough and masculine. On the contrary, we teach girls that they need to be soft and mild. അപ്പം ബോയ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അവർ നല്ല ടഫാവണം, കരയരുത്, എന്തെങ്കിലും കാര്യമുണ്ട് ധൈര്യമായിട്ട് നേരിടണം എന്നൊക്കെ ആയിരിക്കും അല്ലേ. പെൺകുട്ടികൾ വളരെ സോഫ്റ്റ് അല്ല, ജെൻറ്റിലായിട്ട് കൂടി ഒച്ച താഴ്ത്തി വേണം മറ്റുള്ളവരോട് സംസാരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വൈ ആർ ദ വേജസ് ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂഷ്വലി ലോ? ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് കൊടുക്കുന്ന ശമ്പളം വളരെ ലോ ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ദ വർക്ക് ദാറ്റ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഡു ഡസ് നോട്ട് ഹാവ് മച്ച് വാല്യൂ. അവർ ചെയ്യുന്ന ഈ ജോലിക്ക് അധികം റെസ്പെക്റ്റോ വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ശമ്പളവും കുറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡെയിലി ഷെഡ്യൂൾ ഓഫ് എ ഡൊമസ്റ്റിക് വർക്കർ? ഒരു ഡൊമസ്റ്റിക് വർക്കറിൻ്റെ ഡെയിലി ഷെഡ്യൂൾ എന്താണ്? Okay, a domestic worker's day usually begins at 5 in the morning and ends at 12 in the night. ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സാണ് അവർക്ക് ഉള്ളത്. സെവൻത് ക്വസ്റ്റ്യൻ: ഹൗ ആർ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ട്രീറ്റഡ് ബൈ ദെയർ എംപ്ലോയീസ്? അവരുടെ എംപ്ലോയീസ് എങ്ങനെയാണ് ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആർ ഓഫൺ നോട്ട് ട്രീറ്റഡ് വെൽ ബൈ ദെയർ എംപ്ലോയീസ്. ഡെസ്പൈറ്റ് ദ ഹാർഡ് വർക്ക് ദേ ഡു, ദ എംപ്ലോയീസ് ഓഫൺ ഡു നോട്ട് ഷോ ദ മച്ച് റെസ്പെക്റ്റ്. അവർക്ക് അധികം റെസ്പെക്റ്റോ വാല്യൂ ഒന്നും കിട്ടാറില്ല. അതുപോലെ തന്നെ നന്നായിട്ടൊന്നും ആയിരിക്കത്തില്ല ഇവരെ ട്രീറ്റ് ചെയ്യുന്നതും. എയ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ഡബിൾ ബേർഡൻ? ഡബിൾ ബേർഡൻ എന്നുള്ള ഈ ഒരു ടേം കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സെവറൽ വിമൻ ടുഡേ വർക്ക് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഹോം. ദിസ് ഈസ് ഓഫൺ റിഫേർഡ് ടു ആസ് ഡബിൾ ബേർഡൻ. ഈ സ്ത്രീകൾ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. അവർ വീട്ടിലെ ജോലിയും ചെയ്യണം, അതുപോലെ തന്നെ പുറത്തെ ജോലികളും ചെയ്യണം അല്ലേ. അവരെവിടെയാണോ ജോലിക്ക് വന്നത് അവിടുത്തെ കാര്യങ്ങളും നോക്കണം. അപ്പം ഈ രണ്ട് ജോലിയും കൂടെ വന്നപ്പോൾ ഇത് ഡബിൾ ബേർഡനായി. Ninth question: why does our society devalue the work women do inside the home? ഈ സ്ത്രീകൾ വീട്ടിനുള്ളിൽ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ റെസ്പെക്റ്റോ ഒന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരുടെ ഈ വർക്കിനെ സൊസൈറ്റി ഡീവാല്യൂ ചെയ്യുന്നത്?
Women discharge a lot of responsibilities inside their home. They look after the family, especially children, the elderly and the sick members. സ്ത്രീകൾക്ക് വീടിനുള്ളിൽ ഒരുപാട് ജോലികളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ടല്ലേ. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുക, അതായത് എൽഡേർലി അതുപോലെ തന്നെ സിക്കായിട്ടുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ കെയർ കൊടുക്കുക. They manage their entire activities so efficiently. They cook food by standing for hours in front of hot stoves, washing clothes, maintain cleanliness, etc. അപ്പം ഈ കാര്യങ്ങൾ, അതായത് ഈ ഇത്രയും ജോലികൾ, ഒരുപാട് ജോലിയുണ്ട്. ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഫുഡ് ഉണ്ടാക്കുന്ന, ക്ലോത്ത്സ് കഴുകുന്ന, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ മണിക്കൂറുകളോളം നിന്നൊക്കെയാണ് ചെയ്യുന്നത്. ഇൻ റൂറൽ ഏരിയാസ് വിമൻ ആൻഡ് ഗേൾസ് ക്യാരി ഹെവി headloads of firewood. These works are not considered as real works in our families and societies. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഈ ഫയർവുഡ്സ് സ്ത്രീകൾ അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർ സ്കേസിറ്റി ഉള്ള സ്ഥലത്താണെങ്കിൽ വെള്ളം കൊണ്ടുവരുന്ന സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടാൽ പോലും ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ആണെങ്കിൽ പോലും ഇതൊരു റിയൽ വർക്കായിട്ട് കണക്കാക്കില്ല. The work that women do within the home is not recognized as work. It is assumed that this is something that comes naturally to women. Due to this fact, it does not have to be paid for. Our society devalues such work. ഇവർക്കൊരു പേയ്മെൻറ്റ് ലഭിക്കുന്നില്ല അല്ലേ, അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്കിനെ ആരും വാല്യൂ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്ക് ഓട്ടോമാറ്റിക്കലി വരേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഇവരുടെ ഒരു കടമയാണ്, അല്ലാണ്ട് ഇത് ജോലിയായിട്ട് കാണേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഈ സൊസൈറ്റി കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ചെയ്യുന്ന ജോലിക്കൊന്നും ഒരു വാല്യൂ ലഭിക്കുന്നില്ല. ഇത് നാച്ചുറലായിട്ട് സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ജോലികൾ ചെയ്തേ പറ്റൂ എന്നാണ് ഈ സൊസൈറ്റിയിലുള്ളവർ കരുതി വച്ചിരിക്കുന്നത്. 10th question. Our constitution does not discriminate between male and female, but the inequality between the sexes exists. What does the government do to remedy the situation? അപ്പോൾ ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളൊരു വേർതിരിവ് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? The government recognizes that the burden of childcare and housework falls on women and girls. This naturally has an impact on whether girls can attend school. It determines whether women can work outside the house and what kind of jobs and careers they can have. ഇപ്പോൾ ഗവൺമെൻറ് നോക്കേണ്ട കാര്യം ഈ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഈ വീട്ടുജോലി കാരണം ഉണ്ടാക്കുന്ന ബേർഡൻ എത്രത്തോളമാണ്. ഇതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് നോക്കണം. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് വീട്ടുജോലിയും ചെയ്ത് പുറത്തെ ജോലികൾ കൂടി ചെയ്യാനുള്ള സമയം കിട്ടുമോ, അല്ലെങ്കിൽ അതിന് പറ്റിയ ജോലികൾ ഏതൊക്കെയാണ്, അവർക്ക് പറ്റുന്ന കരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ദ ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് അംഗൻവാടീസ് ഓർ ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് ഇൻ സെവറൽ വില്ലേജസ് ഇൻ ദി കൺട്രി. ഗവൺമെൻറ് തന്നെയാണ് അംഗൻവാടികൾ അതുപോലെ തന്നെ ഓരോ ചൈൽഡ് കെയർ സെൻറ്റേഴ്സും ഈ വില്ലേജസിലൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. It has passed laws that make it mandatory for organizations that have more than 30 women employees to provide കൃഷി ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻസിനും 30-ൽ കൂടുതൽ വിമൻ എംപ്ലോയീസ് വേണം, ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് 30-ൽ കൂടുതൽ വിമൻ എംപ്ലോയീസ് വേണം എന്നുള്ള കാര്യമൊക്കെ ഇവർ അതൊക്കെ ഒരു നിയമമാക്കി തന്നെ മാറ്റി. ദ പ്രൊവിഷൻ ഓഫ് ക്രീഷേഴ്സ് helps many women to take up employment outside the home. Girls have also been benefited through this provision. More and more girls now have started attending schools. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് തന്നെ മിക്ക സ്ത്രീകൾക്കും വീടിന് പുറത്തിറങ്ങാനും ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കായാലും സ്കൂളിലൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. Question number 11. Give an account of growing up in Samoa in the 1920s. അപ്പോൾ സമോവയിൽ ആ ഒരു ജീവിതം അല്ലെങ്കിൽ അവിടെ കുട്ടികൾ എങ്ങനെയാണ് വളർത്തി വലുതാക്കുന്നതെന്നുള്ള അതിനെക്കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. A research took place on Samoan society in the 1920s. According to the reports of the research, Samoan children did not go to school. അപ്പോൾ 1920-ൽ നടന്ന ആ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമോൻ സൊസൈറ്റി അല്ലെങ്കിൽ ഈ സമോൻ ഐലൻഡിലുള്ള കുട്ടികളാരും സ്കൂളിൽ പോകാറില്ല. They engaged in many different activities. They learned
ഫ്രം ദ എൽഡേഴ്സ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ ഓർ ഡു ഹൗസ് വർക്ക്. എങ്ങനെയാണ് ഇവരെയൊക്കെ ചെറിയ കുട്ടികളെ നോക്കേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ വീട്ടുജോലികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ആണ് ഇവരുടെ എൽഡേഴ്സ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഫിഷിംഗ് വാസ് ആൻ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഓൺ ദ സമോവൻ ഐലൻഡ്സ്. ഫിഷിംഗ് എന്ന് പറയുന്നതാണ് ഈ സമോവൻ ഐലൻഡ്സിലെ ആൾക്കാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. യങ് പീപ്പിൾ ലേൺഡ് ടു അണ്ടർടേക്ക് ലോങ് ഫിഷിംഗ് എക്സ്പെഡീഷൻ. Both boys and girls used to look after their younger siblings. But by the time a boy was about 9 years old, he joined the older boys in learning outdoor jobs like fishing and planting coconuts. അപ്പം ഈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും മെയിൻ ജോലി എന്ന് പറയുന്നത് അവരുടെ ഇളയ കുട്ടികളെയൊക്കെ നോക്കുക എന്നുള്ളതാണല്ലേ. ഈ ബോയ്സിന് 9 വയസ്സാകുമ്പം അവർ മറ്റു മുതിർന്ന ബോയ്സിൻ്റെ കൂടി പുറത്തേക്ക് ജോലികൾ, അതായത് ഫിഷിംഗ്, പ്ലാന്റിങ് കോക്കനട്ട്സ് അങ്ങനത്തെ ജോലികളൊക്കെ പഠിക്കും. ഗേൾസ് ആർ ടു കണ്ടിന്യൂ ലുക്കിംഗ് ആഫ്റ്റർ സ്മോൾ ചിൽഡ്രൻ ഓർ ഡു റൺസ് ഫോർ അഡൽട്ട്സ് അൻറ്റിൽ ദേ വേ ടീനേജേഴ്സ്. ടീനേജേഴ്സ് ആവുന്നിടം വരെ പെൺകുട്ടികൾ ഇതേ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ദേ എൻജോയ്ഡ് മച്ച് ഫ്രീഡം ഡ്യൂറിങ് ദ ടീനേജ്. ആഫ്റ്റർ ദി ഏജ് ഓഫ് 14 or so, girls also went on fishing trips, worked in the plantations, learned how to weave baskets. അപ്പം ഈ ടീനേജ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 14 വയസ്സൊക്കെ ആയതിനു ശേഷം ഈ പെൺകുട്ടികളും ഫിഷിങ്ങിന് പോകും, അല്ലെങ്കിൽ പ്ലാന്റേഷൻ വർക്ക്സിന് പോകും, അല്ലെങ്കിൽ ബാസ്ക്കറ്റ്സ് ഒക്കെ വീവ് ചെയ്യുന്ന ജോലിയൊക്കെ അവർ ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ തീരുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാപ്റ്ററിന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ജിയോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും മലയാളത്തിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും.